ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ എൻ്റെ ഒരു ബിസി മോർണിംഗ് ആണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ മക്കൾക്ക് കുടിക്കാനുള്ള പാല് തിളപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു ഹോർലിക്സോ ബൂസ്റ്റോ എന്തെങ്കിലുമൊക്കെ പീഡിയാഷ്യൂറോ ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അതിനുശേഷം സാമ്പാറാണ്. അപ്പോൾ സാമ്പാറിന് വേണ്ടിയിട്ട് സാമ്പാർ പരിപ്പ് ഒരു കുക്കറിൽ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യുകയാണ് കേട്ടോ. വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഉരുളക്കിഴങ്ങും തക്കാളിയും വെള്ളരിക്ക, പടവലങ്ങ, മുരിങ്ങയ്ക്ക അങ്ങനത്തെ കുറച്ച് ഐറ്റംസാണ്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മാത്രം ചേർത്തിട്ടാണ് ഞാൻ ഫസ്റ്റ് ഇത് വേവിക്കുന്നത് കേട്ടോ. ബാക്കിയുള്ള പൊടികളൊക്കെ പിന്നീടാണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ച് ഒരു 3 വിസിലാകുമ്പോഴേക്കും ഈ പരിപ്പും ഈ വെജിറ്റബിൾസും ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. വെജിറ്റബിൾസ് ഒന്നും ഓവറായിട്ട് ഉടഞ്ഞു പോവില്ല താനും, ആ പാകത്തിന് നമുക്ക് വെന്ത് കിട്ടും കേട്ടോ. അതിപ്പോൾ ഓരോ കുക്കറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ എൻ്റെ ഈ കുക്കറിന് എനിക്കൊരു 3 വിസിൽ മതി ഇതെല്ലാം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് ഞാൻ മറ്റേ അടുപ്പിൽ മോക്ക് കുളിക്കാനുള്ള വെള്ളമാണ് ചൂടാക്കിയത് കേട്ടോ. ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് സാമ്പാറിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ്. അപ്പം കുറച്ച് പുളി, ഒരു ശകലം പുളി വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഒരു ബൗളിനകത്ത് ഇതിന് വേണ്ടിയിട്ടുള്ള പൊടികൾ, കുറച്ച് മഞ്ഞൾപ്പൊടി വീണ്ടും എടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ അവനവൻ്റെ ആവശ്യത്തിന് നമ്മൾ എടുക്കുന്ന സാമ്പാറിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് കേട്ടോ. പിന്നീട് കുറച്ച് മുളക് പൊടി, ഇത് എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. നമ്മൾ ഓൾറെഡി പച്ചമുളക് ഇട്ടിട്ടുണ്ട് വെജിറ്റബിൾസിൻ്റെ കൂട്ടത്തിൽ, അതുകൊണ്ട് തന്നെ എരിവിനനുസരിച്ച് മുളക് പൊടി പിന്നെ കായപ്പൊടി അത് അത്യാവശ്യം ചേർക്കണം കേട്ടോ. എങ്കിലേ ആ സാമ്പാറിന് അതിൻ്റെ ഒരു മണമൊക്കെ കിട്ടത്തുള്ളൂ. അതിനുശേഷം കുറച്ച് ഉലുവാപ്പൊടിയാണ്, ഒരു ശകലം ചേർക്കുന്നുള്ളൂ. ഇത് ഞാൻ തന്നെ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ അത്രയും ചേർത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇഡ്ഡലിയും സാമ്പാറുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. അപ്പോൾ അതാണ് മോക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടുന്നത്. മോക്ക് ഉച്ചവരെ ഉള്ളൂ സ്കൂൾ. അപ്പോൾ സ്നാക്സായിട്ട് ഞാൻ ഇഡ്ഡലിയും സാമ്പാറുമാണ് കൊടുത്തു വിടുന്നത്. അപ്പം തലേദിവസം അരച്ച് വെച്ച മാവാണ്, നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ ഇഡ്ഡലിയുടെ മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അരി ഉഴുന്നും കൂടെ ഒരുമിച്ചാണ് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ഒരുമിച്ച് അരച്ച് മിക്സ് ചെയ്താണ് വെക്കുന്നത്. അല്ലാതെ സെപ്പറേറ്റ് ഇട്ട് അരച്ചൊന്നും വെക്കാറില്ല. പക്ഷേ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ മാവ് പൊങ്ങി കിട്ടാറുണ്ട്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ഇഡ്ഡലിയും കിട്ടാറുണ്ട് കേട്ടോ. ഇനി ഞാൻ മോന് ലഞ്ച് കൊടുത്തു വിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബീട്രൂട്ട് തോരൻ കൂടി വെക്കുന്നുണ്ട്. അപ്പോൾ ബീട്രൂട്ടൊക്കെ ഞാൻ തലേദിവസം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിച്ച് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ബീട്രൂട്ടും സവാളയും കൂടിയാണ് ഞാൻ അരിഞ്ഞ് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ അത് രണ്ടും കൂടി ഇട്ട് ഒന്ന് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം ഫസ്റ്റ് കേട്ടോ. അപ്പോൾ രാവിലെ ഇപ്പം മോന് ലഞ്ചാണ് കൊടുത്തു വിടുന്നത്. അവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. മോള് പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കുറച്ച് മടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് സ്നാക്കായിട്ട് കൊടുത്തു വിടുന്നത്. അപ്പം ടീച്ചർ അത് കഴിപ്പിച്ചോളൂ കേട്ടോ. അപ്പം ഞാൻ ആ തോരനുള്ളത് ഒന്ന് ഇളക്കിയിട്ടൊന്ന് മൂടി വയ്ക്കുന്നുണ്ട് വേവാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ അടുത്ത സ്റ്റൗവിലേക്ക് തന്നെ ഇഡ്ഡലിയും കൂടി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി തട്ടിനകത്തെല്ലാം ഓയിൽ തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം വെള്ളം അവിടെ നിന്ന് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഇനി തട്ട് എടുത്ത് വെച്ചിട്ട് മാവ് ഒഴിച്ചാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം എണ്ണയൊക്കെ തടവിയ ശേഷം ഇനി ഓരോ തട്ടായിട്ട് ഞാൻ വെച്ചിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ മോന് ലഞ്ചും മോക്ക് ബ്രേക്ക്ഫാസ്റ്റുമാണ് കൊടുത്തു വിടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് രണ്ടും കാര്യമായിട്ട് ഉണ്ടാക്കേണ്ടതുണ്ട്. എങ്കിലേ 2 പേർക്കും ഉള്ള ഫുഡ് നമുക്ക് പ്രോപ്പറായിട്ട് കൊടുത്തു വിടാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് മോന് ചോറ് കൊണ്ടുപോകാനാണ് ഇഷ്ടം. ആളിന് ഇഡ്ഡലിയും സാമ്പാറും ഒന്നും ഉച്ചയ്ക്ക് ലഞ്ച് ടൈമിൽ കഴിക്കാൻ ഒട്ടും താല്പര്യമില്ല. അപ്പോൾ അവൻ എല്ലാ ദിവസവും ചോറ് തന്നെയാണ് കൊണ്ടുപോകുന്നത്. എന്തെങ്കിലും ഒരു എമർജൻസി സമയത്ത് മാത്രമേ ഉള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചായിട്ട് കൊണ്ടുപോകാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഞാനിത് കുറച്ച് വെണ്ടയ്ക്ക സാമ്പാറിന് വേണ്ടിയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കുറച്ച് കറിവേപ്പിലയും കൂടി. കാരണം വെണ്ടയ്ക്ക നമ്മൾ ഓൾറെഡി വെജിറ്റബിൾസിൻ്റെ കൂടെ ഇട്ട് നമ്മൾ കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് കൊഴുപ്പായി പോകും. അതുകൊണ്ട് തന്നെ ഞാൻ വെണ്ടയ്ക്ക എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചിട്ടാണ് സാമ്പാറിലിടുക കേട്ടോ. അപ്പം സാമ്പാറിന് വേണ്ടുന്ന ഐറ്റംസൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട്.
അപ്പോഴേക്കും സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. 3 വിസിലാണ് നമ്മൾ അടുപ്പിച്ചത്. അത്യാവശ്യം നല്ലതായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. കഷ്ണങ്ങളൊന്നും തന്നെ ഉടഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ. ഇനി ഞാൻ തോരനൊന്ന് നോക്കുകയാണ്. നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് വെന്തോന്ന് നോക്കണം. അപ്പോൾ അതിന് മുമ്പ് ഈ സാമ്പാറിലേക്ക് ഞാൻ പുളിവെള്ളം ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം പുളി ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞിട്ട് അതിൻ്റെ അതിൻ്റെ ആ നീര് മാത്രം ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോഴേക്കും തോരൻ എന്തായെന്ന് നോക്കുന്നുണ്ട്. അത്യാവശ്യം വെന്തിട്ടുണ്ട്. അപ്പം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. ഒന്നും കൂടി നമുക്കൊന്ന് മൂടി വെച്ചത് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ഇഡ്ഡലി അവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ പെട്ടെന്ന് ഓരോന്നും ചെയ്ത് പോവുകയാണ് കേട്ടോ. എങ്കിലേ എല്ലാ കാര്യങ്ങളും രാവിലെ ഒരു 8 മണിക്ക് മുമ്പ് എനിക്ക് എല്ലാം കഴിഞ്ഞ് കിട്ടണം. അപ്പോഴേക്കും ഞാൻ തോരനകത്ത് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് തോരൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇനി ഞാൻ സാമ്പാറിനുള്ള ഇപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ മാത്രമല്ലേ വേവിച്ച് വെച്ചിട്ടുള്ളൂ. ഇനി അതിൻ്റെ ബാക്കിയുള്ള പ്രിപ്പറേഷനാണ്. എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു. അപ്പോൾ കടുക് പൊട്ടിക്കുമ്പോൾ ഞാൻ എപ്പോഴും മൂടി വെച്ചിട്ടാണ് കടുക് പൊട്ടിക്കാറ്. എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ കടുക് പൊട്ടി അവിടെ എല്ലാം തെറിച്ച് പിന്നെ എല്ലാ പാത്രത്തിലും എണ്ണയാവും. അതുകൊണ്ട് തന്നെ ഞാൻ മൂടി വെച്ചിട്ടാണ് കടുക് പൊട്ടിക്കുന്നത്. അപ്പോൾ കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന വെണ്ടയ്ക്കയും കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന്, അല്ലെന്ന് മൂടി വെച്ചില്ലെങ്കിൽ ആ വെള്ളത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ട് അവിടെയൊക്കെ പൊട്ടിത്തെറിക്കും. അതുകൊണ്ടാണ് മൂടി വെച്ചേക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇപ്പോൾ നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട് വെണ്ടയ്ക്ക്. ഇനി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന പൊടികളെല്ലാം കൂടി ഒരു ബൗളിൽ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അത് അതിലേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ആ എണ്ണയുടെ ചൂടിൽ തന്നെ അത് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന പരിപ്പും വെജിറ്റബിൾസും കൂടെ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് അതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മുടെ സാമ്പാറിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് കുറച്ചുകൂടി വെള്ളം വേണമെങ്കിൽ ചേർത്തിട്ട് ഒന്ന് മൂടി വെച്ച് തിളയ്ക്കുമ്പോഴേക്കും നമ്മുടെ സാമ്പാർ റെഡിയാവും കേട്ടോ. അടിപൊളി സാമ്പാറാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറാണ് കേട്ടോ. ഇനി ഞാൻ മോന് കഴിക്കാനുള്ള ഇഡ്ഡലി എടുത്ത് കൊടുക്കുകയാണ്. അവന് രാവിലെ കഴിക്കണമല്ലോ. അപ്പം നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലിയാണ്. അപ്പോൾ ഞാൻ ഒരു 2 ഇഡ്ഡലി അവൻ കഴിക്കുമെന്ന് പറയും, പക്ഷെ ഞാൻ നിർബന്ധിച്ച് 3 ഇഡ്ഡലി കഴിപ്പിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ 3 ഇഡ്ഡലിയും കുറച്ച് സാമ്പാറും കൂടി ഒഴിച്ചിട്ട് അവന് കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ്. അതിനോടൊപ്പം തന്നെ മോടെ ബോക്സിനകത്ത് ഇഡ്ഡലി ഞാൻ ചെറിയ പീസാക്കിയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊന്നും നമ്മൾ കഴിക്കില്ല, അതുകൊണ്ട് സാമ്പാറിൻ്റെ ഗ്രേവി മാത്രം ഒരു ചെറിയ പാത്രത്തിലാക്കി അങ്ങനെ സാമ്പാറും കൊടുക്കുന്നതാണ് കേട്ടോ. അങ്ങനെ മോളുടെ ലഞ്ച് ബോക്സ് പാക്കിങ് കഴിഞ്ഞു. ഇനി അടുത്തത് എനിക്ക് മോൻ്റെ ലഞ്ച് ബോക്സ് വേണം. ഇനി അടുത്തത് എനിക്ക് പാക്ക് ചെയ്യാൻ. അപ്പോൾ മോൻ്റെ ലഞ്ച് ബോക്സിലേക്ക് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള. ഒരു സൈഡിൽ ഇത്തിരി ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചോറിട്ട് കൊടുക്കുന്നത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ആ സൈഡിലേക്ക് എനിക്ക് അച്ചാർ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ മാങ്ങാച്ചാറാണ്. അത് മോന് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ എല്ലാവർക്കും പൊതുവേ മാങ്ങാച്ചാർ ഭയങ്കര താല്പര്യമാണ് കേട്ടോ. അപ്പം മാങ്ങാച്ചാർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ബീട്രൂട്ട് തോരനും കൂടി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി സാമ്പാർ ഒരു ചെറിയ പാത്രത്തിൽ സാമ്പാറും കൂടി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മോൻ്റെ ലഞ്ച് ബോക്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്